യമനിലെ ഹൂത്തികളെ തൂത്തെറിയാൻ അമേരിക്കയുടെ എല്ലാ യുദ്ധ സന്നാഹങ്ങളും ഇപ്പോൾ ചെങ്കടലിൽ എത്തിയിരിക്കുകയാണ്. എയർക്രാഫ്റ്റ് കാരിയറുകൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് ചെങ്കടലിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഹൂത്തികളെ തകർക്കുമോ, അതല്ല അമേരിക്കയുടെ സംവിധാനങ്ങളെ ഹൂത്തികൾ തകർക്കുമോ എന്ന കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് ശക്തമായ രൂപത്തിലുള്ള വാർണിംഗ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ, യു ക്യാൻ ചൂസ് റിലീസ് ആൾ ഓഫ് ദി ഹോസ്റ്റേജ് നൗ നോട്ട് ലേറ്റർ. ഈ സമയം തന്നെ എല്ലാ ഹോസ്റ്റേജിനെയും ബന്ദികളെയും അവരെ എല്ലാം പുറത്തു വിടണമെന്നാണ്. അത് ഇപ്പോൾ തന്നെ ചെയ്യണം, പിന്നീട് എന്ന ഓപ്ഷൻ ഇല്ല എന്നാണ്. അതുപോലെ തന്നെ ആൻഡ് ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ആൾ ഓഫ് ദി ഡെഡ് ബോഡീസ് ഓഫ് ദി പീപ്പിൾ യു മർഡേർഡ് ഓർ ഇറ്റ് ഈസ് ഓവർ ഫോർ യു. നിങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ, ഇസ്രയേലിയരുടെ ഡെഡ് ബോഡികളും ഉടനെ തന്നെ തിരിച്ചു നൽകണമെന്നാണ്. മാത്രമല്ല ഹമാസിന്റെ ലീഡേഴ്സ് ഗസ വിട്ടു പോകണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശക്തമായ വാണിംഗ് നൽകിയിട്ടുണ്ട്. അവസാനം പറയുന്നത് റിലീസ് ദി ഹോസ്റ്റേജ് നൗ ഓർ ദർ വിൽ ബി ഹെൽ ടു പേ ലേറ്റർ എന്നാണ്. അതായത് ഈ ഹോസ്റ്റേജിനെ വിട്ടയക്കുക, അല്ല എങ്കിൽ നരകമായിരിക്കും ഗസ എന്നാണ്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ഇസ്രായേലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുകൂടെ ട്രംപ് പറയുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹമാസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഹോസ്റ്റേജിനെ അവർ വിട്ടയക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരുടെ മുന്നിൽ ഇത്രയും വലിയ വാണിങ്ങുകളൊന്നും പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് സ്വതന്ത്രമായ ഒരു ഫലസ്തീൻ രാഷ്ട്രമാണ്. അതല്ല എങ്കിൽ അവിടെ മരണപ്പെടുക, മരിച്ചു വീഴുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവർ അങ്ങനെ വിട്ടയക്കുമെന്ന കാര്യം ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. ആ യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കും. കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ നേതാവ് ശക്തമായ വാണിംഗ് ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. ഗസയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങളെ എങ്ങനെ ആക്രമിക്കണമെന്ന കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അത്ഭുതകരമായ വളരെ രഹസ്യമായ ആയുധം നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഞങ്ങൾ പ്രയോഗിക്കുക. നിങ്ങളെ എങ്ങനെ നശിപ്പിക്കണം എന്നതിനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് ഹൂത്തികളുടെ നേതാവ് പരാമർശിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാണ്, ഗസയിൽ ഇനി യുദ്ധം തുടരുകയാണെങ്കിൽ തീർച്ചയായും ഹൂത്തികൾ ശക്തമായി പ്രതികരിക്കും. അപ്പോൾ ഹൂത്തികളെ അടക്കി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി ആണ് അമേരിക്ക ഈ സന്നാഹങ്ങളെല്ലാം എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ MQ-9 റീപ്പർ യമനിന്റെ പരിസരത്ത് വെച്ച് തകർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യുക എന്നത് അമേരിക്കയുടെ മുന്നിലെ വലിയ, അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഹൂത്തികളെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നീക്കവും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന് മുന്നിൽ മറ്റു രണ്ട് വലിയ പ്രതിസന്ധികളാണ്. ഒന്ന് ലെബനാനും മറ്റൊന്ന് സിറിയയുമാണ്. സിറിയയിലെ മുഹമ്മദ് ഷെറ എന്നറിയപ്പെടുന്ന പുതിയ നേതാവുമായുള്ള തുർക്കിയുടെ ബന്ധം ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയ ഏതെങ്കിലും രൂപത്തിൽ അതിനെ വിഭജിക്കുക എന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. അതായത് തുർക്കിക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം ഇസ്രായേലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഭരണം നൽകി സിറിയയെ വിഭജിക്കുക എന്നതാണ്. അതിനുവേണ്ടി ഇപ്പോൾ ആ ഭാഗത്തുള്ള പല വിഭാഗങ്ങളെയും ഇസ്രായേൽ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്, ആയുധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ തുർക്കിയുടെ F-16 യുദ്ധവിമാനങ്ങൾ തുരത്തുകയുണ്ടായി. അതായത് സിറിയയുടെ വ്യോമതലങ്ങളിലേക്ക് എത്തിയ യുദ്ധവിമാനങ്ങൾക്കായിരുന്നു തുർക്കിയുടെ വാണിംഗ് ഉണ്ടായിരുന്നത്. അതേസമയത്ത് ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി ചൈനയുമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചൈനയുടെ നേതാവ് ഒരു വലിയൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഏത് രൂപത്തിലുള്ള യുദ്ധങ്ങൾക്കും, ട്രേഡ് വാറാണെങ്കിലും മറ്റ് ഏത് തരത്തിലുള്ള യുദ്ധങ്ങൾക്കും ഞങ്ങൾ റെഡിയാണ് എന്നായിരുന്നു അമേരിക്കയോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് മറുപടിയായി US-ന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ആരാണ് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെങ്കിൽ പ്രിപ്പയർ ഫോർ വാർ എന്നാണ്. അവർ യുദ്ധത്തിന് തയ്യാറാകട്ടെ എന്നാണ്. ഇത് ചൈനയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിരുന്നു. ആൻഡ് വി ആർ റെഡി, ഞങ്ങൾ റെഡിയാണ് യുദ്ധത്തിന് എന്നുകൂടെ അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് തന്നെ റെഡി ടു ഫൈറ്റ് എനി ടൈപ്പ് ഓഫ് വാർ എന്ന രൂപത്തിൽ ചൈനയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ്
ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധത്തിന്റെ സാധ്യതയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ഈജിപ്തും അതുപോലെ തന്നെ തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ എന്തായിരിക്കും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവരുടെ നിലപാടുകൾ എന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഗസയിൽ ഒരു യുദ്ധത്തിന് ശ്രമിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഗസയിലുള്ള ആളുകളെ നാടുകടത്താനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് ഈജിപ്ത് ഇടപെടുമെന്നാണ് ഇപ്പോൾ ഈജിപ്തിന്റെ നേതാവ് അബ്ദുൽ ഫത്താഹ് സീസി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാഹിറയിൽ, അതായത് ഈജിപ്തിന്റെ തലസ്ഥാനത്ത് നടന്ന ഒരു ഉച്ചകോടിയിൽ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ചെറിയ ഭിന്നതയുണ്ട്. ഈജിപ്ത് പറയുന്നത് പൂർണ്ണമായും ഹമാസിന്റെ ആളുകൾക്ക് അവിടെ അവകാശമുണ്ട്, അവർ അവിടെ തന്നെ നിലനിൽക്കും എന്ന രൂപത്തിലുള്ള പ്രസ്താവനയാണ് ഈജിപ്തിന്റെ ഭാഗത്തുണ്ടായത്. അതേസമയത്ത് മറ്റു ചില അറബ് രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ ആണെങ്കിലും ഇമാറാത്ത് തുടങ്ങിയ രാഷ്ട്രങ്ങൾ, അവിടെയുള്ള നേതാക്കന്മാർ നാടുവിടണം, അല്ലെങ്കിൽ ഈജിപ്തിന്റെ ഈ കാഴ്ചപ്പാടുകളോട് യോജിക്കാത്ത രൂപത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഈജിപ്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് ഇനി ഗസയിലെ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുകയോ അവരെ അവിടുന്ന് നാടുകടത്താനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഈജിപ്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തുർക്കിക്ക് ഇസ്രയേലുമായി നേരിട്ടുള്ള ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലെ സിറിയയിലെ സാഹചര്യത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ കപ്പൽ വഴി എത്തിക്കുക, സഹായം എത്തിക്കുക, കടൽ മാർഗത്തിലുള്ള നീക്കത്തിന് മാത്രമേ തുർക്കിക്ക് സാധ്യമായിരുന്നുള്ളൂ. ഇസ്രയേലുമായിട്ടുള്ള അത് യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് സഹായം എത്തിക്കുകയാണെങ്കിലും ഒക്കെ ആ രീതിയിൽ മാത്രമേ ഇടപെടാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് പുതിയ സിറിയയിലെ ഭരണകൂടം വന്നതിന് ശേഷം പൂർണ്ണമായ സ്വാധീനം ഉർദുഗാൻ തുർക്കിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഇസ്രയേലുമായിട്ട് നേരിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് സിറിയ മുഖേന ആണെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സാഹചര്യം തുർക്കിക്ക് മുന്നിൽ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ തുർക്കി നിലവിലെ സാഹചര്യത്തിൽ എന്ത് നിലപാടുകളായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം തുർക്കി വലിയ തോതിലുള്ള യുദ്ധ ഉപകരണങ്ങളാണ് സിറിയയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ട്രെയിൻ മാർഗം എത്തിക്കുന്ന വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ ഇപ്പോൾ തുർക്കിയും സിറിയയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത്.